സാറ് ഒരുപാട് എന്താ പറയുക പാനിക്കായിട്ടാണ് കയറി വന്നത്. എൻ്റെ ക്യാബിനിലോട്ട് തന്നെ വന്നത്. എനിക്കൊരു ഡൗട്ട് അടിച്ചു. എന്തായാലും നോർമൽ കേസിലാകുമ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെയൊന്നും ഒരു കസ്റ്റമർ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റെഫറൻസ് നമ്പറാണ് UTR നമ്പർ. ഈ റെഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. പുള്ളി ഒരുപാട് പാനിക് ആയിരുന്നതുകൊണ്ട് പുള്ളി റേസ് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ പുള്ളി റേസ് ചെയ്തപ്പോൾ കസ്റ്റംസിൽ നിന്നാണ് MDMA പിടിച്ചു. ഫെഡെക്സിൻ്റെ നിങ്ങളുടെ കൊറിയർ ഉണ്ടായിരുന്നു. തന്റെ കൃത്യമായ ഇടപെടൽ മൂലം ജെറി അമൽദേവ് സാറിനെ വലിയൊരു ഓൺലൈൻ പണം തട്ടിപ്പിൽ നിന്ന് രക്ഷിച്ച ആളാണ് നമുക്കൊപ്പം ഇന്നുള്ളത്. അതെ, ഫെഡറൽ ബാങ്കിന്റെ എറണാകുളം പച്ചാളം ബ്രാഞ്ച് മാനേജർ സജന മാം ആണ്. നമുക്ക് മാമിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മാം, എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? സാറ് ബാങ്കിൽ വന്നു, പൈസ അയക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മാമിന് മനസ്സിലായത്? സാറ് ഒരുപാട് എന്താ പറയുക പാനിക്കായിട്ടാണ് കയറി വന്നത്. എൻ്റെ ക്യാബിനിലോട്ട് തന്നെ വന്നത്. നേരെ പറഞ്ഞത് RTGS ചെയ്യണം, എനിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഇതിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് RTGS തന്നെ ചെയ്യണം എന്നാണോ? അപ്പോൾ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചു. RTGS നോർമലി ബാങ്കിങ് ടേംസിൽ പറയുന്ന റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അപ്പോൾ തന്നെ പാർട്ടിക്ക് അവിടെ കിട്ടും. അപ്പോൾ സാറിനെ പോലെ ഒരു സീനിയർ സിറ്റിസൺ ബാങ്കിങ് ടേംസ് ഉദ്ദേശിച്ച് പറയുന്നത് അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വേറെ ആരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് അങ്ങനെ വന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ എന്നോട് പറയുന്നത്, പെട്ടെന്ന് ചെയ്തിട്ട് UTR നമ്പർ എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കുമ്പോഴും സാറ് ഒരു ലോങ് കോളിലായിരുന്നു. ഇയർഫോൺ വെച്ചിട്ടാണ് സാറ് അവിടെ അപ്പുറത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാറൊന്ന് കോൾ കട്ട് ചെയ്യാമോ, എന്ത് പേർപ്പസിനാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് ഒന്നും പറയണ്ട, ഡിസ്ക്ലോസ് ചെയ്യണ്ട, ഒന്നും ബാങ്ക് ഓഫീഷ്യൽസിനോടൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് സാറ് ഫുൾ ആക്ഷൻസ് ആയിട്ടാണ് കാണിച്ചത്. ഞാൻ നേരെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. എന്തായാലും നോർമൽ കേസിലാകുമ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെയൊന്നും ഒരു കസ്റ്റമർ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത്രയും എന്ന് വെച്ചാൽ ആള് ലിറ്ററലി ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന രീതിയിലായിരുന്നു കസ്റ്റമർ. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു ഇങ്ങനെയൊക്കെ. പിന്നെ പേർപ്പസ് ആയിട്ട് സാറ് പറഞ്ഞ ഹൗസ് റിലേറ്റഡ്, ഹോം റിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാറ് ഡീറ്റെയിൽസ് ഒന്ന് തരും, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് തന്നപ്പോഴാണ് ഒരു ജനതാ സേവ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടാണ്, വേറൊരു ബാങ്കിൻ്റെ പുറത്തുള്ള വിത്തിൻ ഇന്ത്യയിലുള്ള ബാങ്ക് തന്നെയാണ്. പക്ഷേ ഒരു ജനതാ സേവ നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ട്രാൻസ്ഫേഴ്സിന് വെച്ചാൽ ഒരാളുടെ പേരിലായിരിക്കും ആ അക്കൗണ്ട് വരിക. ഇത് ഒരു വ്യക്തിയുടെ പേരല്ല, വേറൊരു നോൺ ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയുടെ പേരായിരുന്നു. മാത്രമല്ല അത് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് എങ്ങനെയാണ് ഇവരുമായിട്ട് കണക്ഷൻ? സാർ ഒന്നാമത് സീനിയർ സിറ്റിസൺ ആണ്, ഏജ്ഡ് ആണ്. അപ്പോൾ സാറിന് പെട്ടെന്ന് എങ്ങനെയാണ് ഇതിനകത്തോട്ട് കണക്ഷൻ വന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. വേഗം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുക. ഞാൻ പറഞ്ഞു, സാറേ എനിക്കെന്തോ ഡൗട്ടുണ്ട്, ഫ്രോഡിലൻ്റ് ആണോ ഇതൊന്നും എനിക്ക് ഡൗട്ടുണ്ട്. സാർ എന്തായാലും ഒന്ന് കോൾ കട്ട് ചെയ്തിട്ട് എന്നോട് ഫുള്ള് സംസാരിക്കുവാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് റെഫ്യൂസ് ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ഞാൻ ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞു. നമ്മളോട് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കംപ്ലയൻസ്, എത്തിക്സ്, ഇതൊക്കെയാണ് നമ്മുടെ ബാങ്കും നമ്മുടെ MDയും പ്രത്യേകിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അതിനാണ്. വിജിലൻ്റ് ആയിരിക്കും എന്ത് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും. ഈവൻ ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട് സേഫ് ഗാർഡ് ചെയ്യാന്നുള്ളൊരു ഇത് നമുക്ക് ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മളോട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുക. അത് തന്നെ നമ്മൾ മെസ്സേജായിട്ട് എല്ലാവരോടും പറയുന്നത്. കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക. എന്തെങ്കിലും ഫണ്ട് ട്രാൻസ്ഫേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ജെന്യുവിനെസ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. സാർ വന്ന സമയത്ത് കോളിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മാം കേൾക്കുന്നുണ്ടായിരുന്നു? ഇയർപീസ് വോളിയം നല്ല ഹൈയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ സാറ് സംസാരിക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഫുൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ. അപ്പം മാം ഇങ്ങനെ ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ കേട്ട് അതിന് മേ ബി മലയാളം അറിയുന്ന ടീം ആണെന്ന് തോന്നില്ല. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം സാറിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്ന സമയത്ത് ഒരു നമ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് UTR നമ്പർ, അതായത് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റെഫറൻസ് നമ്പറാണ് UTR നമ്പർ. റെഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവരുടെ ഫണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അവർക്ക് എളുപ്പം. അല്ലാതെ ആ അക്കൗണ്ടിലുള്ള വേറെ എമൗണ്ട് അങ്ങനെ പിൻവലിക്കാൻ പറ്റുമോ ഈ ഒരു നമ്പർ ഒക്കെ വെച്ചിട്ട്? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ റിസീവ് ആയോ, ആ എൻഡിൽ റിസീവ് ആയോ ഇല്ലയോ എന്ന് റെഫറൻസ് നമ്പർ വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം തട്ടിപ്പുകൾ ഇതുപോലെ മുന്നേയും തീർച്ചയായും ഡേ ടു ഡേ ബേസിസ് നടക്കുന്നുണ്ട്. പലരും അത് റിവീൽ ചെയ്യുന്നില്ല, പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നില്ല.
അങ്ങനെ ഒരു കേസസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മാഡം എനിക്ക് ഇതുപോലെ ഒരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തില്ല, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മളോട് വിളിച്ച് ചോദിക്കുന്നത്. ശരിക്കും അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ ഇത്തരം ഒരു ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഓൾറെഡി ഫണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഭാഗത്തൊന്നും ചെയ്യാനില്ല. വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നു, അവർ അവിടെ നിന്ന് ഉടനെ തന്നെ വിഡ്രോ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് നോർമലി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുമായിട്ട് സൈബർ സെല്ലുമായിട്ട് ടേക്കപ്പ് ചെയ്യേണ്ടി വരും. ഇത് സൈബർ സെല്ലുമായിട്ട് ഇത് ഓൾറെഡി എന്ന് വെച്ചാൽ പുള്ളി ഒരുപാട് പാനിക് ആയിരുന്നതുകൊണ്ട് പുള്ളി റേസ് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ പുള്ളി റേസ് ചെയ്തപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനൂപ് ചാക്കോ, പുള്ളിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളിയും കൂടി ഇടപെട്ടിട്ടാണ് ഇതൊന്ന് ട്രാക്ക് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അത് അവർ സൈബറിന്റെ ഭാഗത്ത് പിന്നെ എനിക്ക് തോന്നുന്നു സാർ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഓൾറെഡി അങ്ങനെ പറഞ്ഞു, സാറും അങ്ങനെ തന്നെ പറഞ്ഞാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വരണം എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് ആയിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം ഈ ഒരു നമ്മുടെ അക്കൗണ്ട് മീൻസ് ഇപ്പം ഫെഡറൽ ബാങ്കിന്റെ ആണെങ്കിൽ ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുമ്പം നമുക്ക് അതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സിനോട് പറയാനുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ്, അതായത് ഇങ്ങനെ എങ്ങനെയായിരിക്കും അവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി സംവാട്ട് സെയിം ആണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് എന്താ പറയുക, അതിൻ്റെ അവർ പറയുന്നത് ഒരു വട്ടം പറഞ്ഞ് CBI എന്ന് വിളിക്കുന്നു, അവരുടെ യൂണിഫോം ഇട്ട് ഒരു ലേഡി വരുന്നു. പിന്നെ വേറൊരു കേസിൽ വന്നത് കസ്റ്റംസിൽ നിന്നാണ് MDMA പിടിച്ചു, ഫെഡെക്സിൻ്റെ നിങ്ങളുടെ കൊറിയർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് MDMAയുടെ പാക്കറ്റ് കണ്ടു, ഇനി നിങ്ങൾക്ക് പെനാൽറ്റിയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവർ ഓരോന്നും പല രീതിയിലാണ് ഇവർ പറയുന്നത്. പല കേസുകളും ഡിഫറെന്റ് ആണെങ്കിലും സംവാട്ട് സെയിം ആണ്. ആദ്യം തന്നെ ഒന്ന് സത്യമേവ ജയത്തെ ഒരു എംബ്ലം വന്നു എന്നാണ് സാറ് നമ്മളോട് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും, പക്ഷെ നമ്മൾ അതിനകത്ത് വഴങ്ങി കൊടുക്കാതിരിക്കുക, അതാണ് നമ്മൾ കൂടുതലും. പിന്നെ കംപ്ലയൻസ് നമ്മൾ ബാങ്ക് ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ്സ് ഒക്കെ നമ്മുടെ ഫെഡറൽ ബാങ്ക് ഓൾറെഡി തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായത്. നമ്മുടെ MD ആണെങ്കിലും നമ്മുടെ സീനിയർ സ്റ്റാഫുകളാണെങ്കിലും എല്ലാ എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും നമ്മളോട് അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന മാക്സിമം ചെയ്തെടുക്കുന്ന, കസ്റ്റമറിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന, ഫണ്ട് പോകാതെ നമ്മൾ അതിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇതിപ്പോ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ടാണല്ലോ ബാങ്കിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പൊ ചെറിയ ഓൺലൈൻ പേയ്മെന്റ് പോലെ പടിപടിയായിട്ട് അങ്ങനെ പോകുന്ന സാധനം. ഓൺലൈൻ പേയ്മെന്റ്സിന്റെ ബേസിക്കലി നമ്മൾ അറിയുന്നില്ല. അതിപ്പോ നമ്മൾ തന്നെ സെൽഫായിട്ട് ഇപ്പൊ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ഒക്കെ ചെയ്തിടുന്നവർക്ക് അവർ തന്നെ ചെയ്തിടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഇന്റർഫിയറൻസ് വരുന്നില്ലല്ലോ. ഇതിപ്പോ സാറ് ഡയറക്റ്റ് ബ്രാഞ്ചിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് അറിയാൻ പറ്റിയത്, നമുക്കിത് അഡ്വൈസ് ചെയ്തു കൊടുക്കാനും പറ്റിയത്. ഇപ്പോൾ ഓൾറെഡി റിസർവ് ബാങ്ക് ഓൾറെഡി ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ വെർച്വൽ അറസ്റ്റിന്റെ ഓരോ അഡ്വർടൈസ്മെന്റ്സ് പോലെ ഇങ്ങനെ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അതെ അതെ തീർച്ചയായും. താങ്ക് യു. ഓണത്തിന്റെ ഇടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതാണ്. സോ മച്ച് താങ്ക് യു. ഓക്കെ.